ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നെയ്യപ്പമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പച്ചരി നന്നായി കുതിർത്ത് വെച്ചതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി പുട്ടുപൊടിയുടെ പൊടിയാക്കി പൊടിച്ചെടുക്കണം. മിക്സിയിലും പൊടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതിലോട്ട് തേങ്ങ അരിഞ്ഞിടണം. പച്ചത്തേങ്ങ, കൊട്ടത്തേങ്ങയുണ്ടെങ്കിൽ അതും ആവാം. പിന്നെ കരിഞ്ജീരകം, കുറച്ചധികം എള്ള് ചേർത്തിട്ടുണ്ട്. എള്ള് പോഷക സമൃദ്ധമാണല്ലോ, അതിനാലാണ് കുറച്ചധികം എള്ള് ചേർത്തിട്ടുള്ളത്. പിന്നെ ഏലക്കായ ചതച്ചിടണം, ചെറിയ ജീരകം ചതച്ചിടണം. പിന്നെ ഒരു 3 സ്പൂണ് മൈദപ്പൊടിയും ചേർക്കണം. എല്ലാം പൊടിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ് എല്ലാ ഐറ്റംസും. പിന്നെ ശർക്കര അടുപ്പത്ത് വെച്ച് ഉരുക്കിയിട്ട് അരിപ്പ വെച്ച് അരിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്ര ലൂസ് മതിയാകും. പിന്നെ വെളിച്ചെണ്ണ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ അതിലോട്ട് ഓരോ കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട്. ഈ മഴക്കാലത്ത് ചായയുടെ ഒപ്പം നെയ്യപ്പം ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പരിപാടിക്ക് കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ തലേന്ന് രാത്രി മാവ് കൂട്ടി വെച്ച് പിറ്റേന്നാണ് ചുടുന്നത്. വേണമെങ്കിൽ 2-3 മണിക്കൂറിന് ശേഷവും ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്.